ഒരു ഭാഗം കുഴിഞ്ഞ് കുറച്ച് ഡെപ്തുള്ള ഒരു കുഴി, ബാക്കി ഭാഗത്ത് ഫ്ലഷും ഇതൊന്നും ഇല്ലാണ്ട് നിറയെ ബ്ലഡ് പിടിച്ചിരിക്കുന്ന ഒരു ഇത് കണ്ടു. പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഒന്ന് പാനിക്കായി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തു. ഇതിലൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണല്ലോ ഉണ്ട്. എനിക്കൊരു നോർമൽ ഹെഡേക്ക് പോലും വരാത്തതാ. ഞാനതുപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചോടാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സത്യനാണ്, സ്വദേശി കാസർഗോഡാണ്. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഒരു അവെയർനെസ് വീഡിയോ, വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. കാരണം ഇന്ന് രാവിലെ തൊട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുകയാണ്. കുറേ മെസ്സേജസ് എൻ്റെ വാട്സപ്പിൽ വന്നു, ഒരു 1000-ഓളം മെസ്സേജസ് എന്ന് വേണം പറയാം. കാരണം വെച്ചാൽ മാതൃഭൂമി ന്യൂസിൽ ഇന്നലെ ഒരു ന്യൂസ് വന്നു. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ തലയിൽ ഇൻഫെക്ഷൻ വന്നിട്ട് സ്കള്ള് വരെ ഇൻഫെക്ഷൻ വന്നു എന്നാണ്. 13ഓളം സർജറി അദ്ദേഹത്തിന് വീണ്ടും ചെയ്യേണ്ടി വന്നു തലയിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ ചെയ്യാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. ഇത് ചെറായി സ്വദേശി സനിലാണ്. ഇപ്പോൾ ഏതാണ്ട് 4 മാസമായി ഇതേ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നത് അദ്ദേഹം തന്നെ പറയും. എന്താ ജീവിതത്തിൽ സംഭവിച്ചത്? ഞാൻ ഫെബ്രുവരി 26-ാം തീയതി 27-ാം തീയതി നമ്മളെ പനമ്പള്ളി നാറി ഇൻസൈറ്റ് എന്ന് പറയുന്നൊരു ഇൻസൈറ്റ് ഡെർമാ ക്ലിനിക് എന്ന് പറയുന്നൊരു ക്ലിനിക്കിൽ പോയിട്ട് എനിക്ക് കുറച്ച് നെറ്റിയിൽ മുടി പോയിട്ടുണ്ടായിരുന്നു. ആ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാണ്. 28-ാം തീയതി എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മാർച്ച് 1-ാം തീയതി രാത്രി സിവിയർ പെയിൻ വന്നു. അത് ഞാൻ ഇൻഫോം ചെയ്തിരുന്നു. അതിനുശേഷം തലയിൽ കുറച്ച് ഭാഗത്ത് ഡിസ്കളറേഷൻ വന്നു, പസ് പോലെ ഡിസ്ചാർജ് വന്നു. ഇതെല്ലാം നമ്മൾ ഇൻഫോം ചെയ്തു. അവർ ഹെഡ് വാഷ് പറഞ്ഞിരുന്നത് മാർച്ച് 7-ാം തീയതിയാണ്. മാർച്ച് 7-ാം തീയതി ആയപ്പോഴേക്കും തല ശരിക്ക് ഇൻഫെക്റ്റഡ് ആയി, ഡിസ്ചാർജ് വന്നു, നെറ്റിയിൽ വരെ കളർ ചേഞ്ച് വന്നു. സിവിയർ പെയിൻ കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത കണ്ടീഷനായിരുന്നു. ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടുത്തെ പ്ലാസ്റ്റിക് സർജനാണ് ഇപ്പോൾ കൺസൾട്ട് ചെയ്യണത്. ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മാർച്ച് 13-ാം തീയതി മുതൽ ഏപ്രിൽ 2 വരെ ഞാൻ കണ്ടിന്യൂസ് 21 ദിവസം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ഒരു 8ഓളം സർജറികൾ അന്ന് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഈ വെള്ളിയാഴ്ച ഉൾപ്പെടെ വീണ്ടും 5 സർജറി ചെയ്ത് 13 സർജറിയായി. തലയിൽ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നൊരു ഇൻഫെക്ഷനാണ് തലയിൽ വന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ ഫ്ലഷ് തിന്നുന്ന ബാക്ടീരിയ ആയിരുന്നു. അപ്പോൾ തലയുടെ 2 ലെയർ ഓൾറെഡി ബാക്ടീരിയ തിന്ന് ഇപ്പോൾ സ്കള്ളും അതിലത്തെ ബോണൊക്കെ എക്സ്പോസ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ കാലുമേന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് 3 ഭാഗത്തുനിന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തു. എങ്കിലും ഫുള്ള് കവേർഡ് ആയിട്ടില്ല. ഇനി 3 ഭാഗത്തും കൂടെ ബോൺ എക്സ്പോസ് ആണ്. അപ്പോൾ അവിടത്തേക്ക് സ്കിൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡിബ്രൈഡ്മെൻറ്റും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും പിന്നെ ഈ വാക്ക് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. അതായത് വാക്യൂം അസിസ്റ്റഡ് ക്ലോഷർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ സർജിക്കൽ വൂണ്ടിൽ നിന്ന് വരുന്ന സെക്രീഷൻസ് ഇതിനകത്ത് വേസ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും വാക്യൂം ചെയ്തിട്ട്. അപ്പോൾ ഈ വാക്യൂം വെച്ചിട്ട് നമ്മൾ ഇവിടെയുള്ള ടിഷ്യൂസ് ഗ്രോ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് ഈ മെഷീനും കൂടെ നമ്മൾ വെച്ചിട്ട് ഈ മെഷീൻ പൊക്കി പിടിച്ചുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനും ബാത്റൂമിൽ പോകാനെല്ലാം ഈ മെഷീൻ യൂസ് ചെയ്തിട്ടാണ്. എത്ര മുടി വെച്ച് പിടിപ്പിച്ചു ഇവര് 3500 മുടിയാണ് ഇവര് വെക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഓഫർ പ്രൈസിൽ 54,500-നാണ് ആ മുടി അവർ വെച്ച് തന്നത്. അപ്പോൾ ഇത് വെച്ച് തന്ന ഡോക്ടർ എന്ന് പറയുന്ന ആള് ഹൈദരാബാദിയാണ്. ശരത് കുമാർ എന്നാണ് ഒരു പേര് പറഞ്ഞിട്ട്. ഞാൻ ഈ ആളെ ഫസ്റ്റ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓൺലൈൻ വഴിയാണ് ഇവരെ ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് ആഡ് കണ്ടപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അങ്ങനെ എൻക്വയറി വന്നിട്ടാണ് ഈ ഡോക്ടറെ അവർ വാട്സപ്പ് വീഡിയോ കോൾ വഴി കണക്ട് ചെയ്ത് തന്നു. അപ്പോൾ ഈ സെക്ഷൻ ആയതിനു ശേഷം ഈ ഇൻസൈറ്റുകാരുമായിട്ട് പിന്നീട് സംസാരിച്ചിരുന്നു. ഞാൻ അതായത് നമ്മൾ ചെയ്ത് എനിക്ക് ഈ ഒരു പെയിൻ തുടങ്ങിയ മാർച്ച് 1-ാം തീയതി മുതൽ ഞാൻ കറക്റ്റ് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എൻ്റെ ഓരോ ദിവസത്തെയും പിക്ചറുകളും വോയിസ് ഞാൻ അവർക്ക് ഡോക്ടർക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കും. എന്തായിരുന്നു മറുപടി? ഞാൻ ഡോക്ടർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഡോക്ടർ ഗുഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇമോജിയാണ് ഇട്ടത്. അപ്പം ഞാൻ ആളോട് ചോദിച്ചു, സാർ സിവിയർ പെയിൻ ആണ്, പസ് പോലൊരു ഡിസ്ചാർജ് വന്നു. ഓരോ പിക്ചറുകളും ഞാൻ മാർച്ച് 12-ാം തീയതി വരെ അയച്ചു കൊടുത്തിരുന്നു. 10-ാം തീയതി ഞാൻ അവരുടെ അപ്പോൾ അവർ പറഞ്ഞു 7-ാം തീയതി അവിടെ ചെല്ലണം എന്ന് പറഞ്ഞ് ഹെഡ് വാഷ് ചെയ്ത് തന്നു. 7-ാം തീയതി ഹെഡ് വാഷ് ചെയ്തിട്ട് വേറൊരു ഓയിൽമെൻറ്റ് തന്നു. ആ ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്തോട് കൂടിയിട്ട് വൈകുന്നേരം ഒരു 5 സംതിങ് ആയപ്പോഴേക്കും തലയൊക്കെ വീർത്ത് പസ്തൊക്കെ ഒലിച്ചു തുടങ്ങി. അപ്പം ഞാൻ ആ ഫോട്ടോ എടുത്ത് ആൾക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ആൾ 1-2 തവണ എനിക്ക് കോൾ ചെയ്യുകയും ചെയ്തു, പിന്നെ മെസ്സേജ് അയച്ചിരുന്നു. പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു. പോലീസിൽ ഇപ്പോൾ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ തേവര CIക്ക് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തു. അവർ എന്നെയും ആ ഹോസ്പിറ്റലിലത്തെ സർജറി ചെയ്ത ഡോക്ടറെയും വിളിപ്പിച്ചിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് പാനിക്കായി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തു. ഇതിലൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണല്ലോ ഉണ്ട്. എനിക്കൊരു നോർമൽ ഹെഡേക്ക് പോലും വരാത്തതാണ്.
ഞാനതുപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചോടാണ്. മര്യാദ കുറഞ്ഞിട്ട് 85 ദിവസമായി. ഇനി ഈ അവസ്ഥ ആർക്കും വരരുതെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഇപ്പോഴത്തെ യൂത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ നോക്കിയിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുക. ചെയ്തോട്ടെ, അവർ ചെയ്തിട്ടില്ല എന്നാ. കാരണം മരിച്ചു പോകുമെന്ന് പറയുന്ന ഒരാളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നിട്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് നീതി കിട്ടണമെന്ന് വെച്ചാൽ ഇതുപോലൊരു അവസ്ഥ ഇനി ലോകത്തൊരാൾക്കും വരരുത്. ഇത് ജനങ്ങൾ അറിയണം. ഈ സോഷ്യൽ മീഡിയയിലൂടെ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ക്ലിനിക്കുകൾ വേണ്ടെന്ന് ഞാൻ പറയല, ക്ലിനിക്കുകൾ വേണം. ബട്ട് അത് ഓതന്റിക് ആയിട്ടുള്ള ആളുകളുടെ ക്ലിനിക്ക് ആയിരിക്കണം. അവര് ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലി അതും എത്തിക്കലി കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. ക്യാമറമാൻ PS വേണുവിനൊപ്പം ബിനിൽ മാതൃ. വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഇച്ചിരി ലെങ്തി വീഡിയോ ആയിരിക്കാം. നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് നോളേജ്, ഒരുപാട് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടും. പ്രോപ്പർ റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, കാരണം ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്താണെന്നും ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വളരെ പ്രോപ്പറായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ എൻ്റെ ചാനൽ വഴി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ സത്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്ന എൻ്റെ അടുത്ത് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു എസെൻഷ്യൽ സബ്ജക്റ്റ് എന്ന് എനിക്ക് തോന്നി. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് ഈയിടെയായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് മേഖലയിൽ ഇത്രത്തോളം കോംപ്ലിക്കേഷൻസ് വരുന്നത്? കാരണം കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസ് നിങ്ങൾ കേട്ട് കാണും, ചില ആൾക്കാർ കേട്ട് കാണും. ഉത്തർപ്രദേശ് കാൺപൂരിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷം ഒരു വ്യക്തി അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളതാണ്. കാരണം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നു? കേരളത്തിലും ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ പണ്ടേ നിങ്ങൾക്ക് അവയർനെസ് തന്നതായിരുന്നു, ഇങ്ങനെ ഭാവിയിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ക്ലിനിക്കിനെ കുറിച്ചിട്ട് അറിയാതെ ഒരിക്കലും പോവരുത്. വീടിൻ്റെ അടുത്ത് ഒരു ക്ലിനിക്കുണ്ട്, ഓഫർ നോക്കിയിട്ട് ഒരു കാരണവശാൽ പോവരുത് എന്ന് ഞാൻ പണ്ടേ പറയുന്നതാണ്, വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സബ്ജക്റ്റോട്ട് വരാം. എന്തുകൊണ്ടാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്? അപ്പോൾ ഏത് സർജറി ആയിക്കോട്ടെ, ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് സർജറി ആയിക്കോട്ടെ, കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഹേർട്ടിൻ്റെ സർജറി അല്ലാന്നുണ്ടെങ്കിൽ ഒരു അപ്പൻഡിക്സിന് സർജറി ചെയ്യുമ്പോൾ അടക്കം ഡോക്ടറിന് ഒരിക്കലും പറയാൻ പറ്റില്ല കോംപ്ലിക്കേഷൻസ് വരില്ല എന്ന് പറയാൻ പറ്റില്ല. കോംപ്ലിക്കേഷൻ ഈസ് പോസിബിലിറ്റീസ് ദർ. ഓക്കെ, പക്ഷേ ഈയിടെ ഹെയർ ട്രാൻസ്പ്ലാന്റിൽ വളരെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരികയാണ്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞാണ് കാൺപൂരിൽ നിന്ന സംഭവം, അതൊരു BDS ഡോക്ടറുടെ ക്ലിനിക്കിലായിരുന്നു നടന്നത്. പക്ഷേ ഈ മദ്രൂമിൻ ന്യൂസിൽ ഇന്നലെ വന്ന ന്യൂസ്, അത് നടന്നിരിക്കുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടറുടെ ക്ലിനിക്കിലാണ്. ഇൻസൈറ്റ് ഡെർമ എന്നാണ് ക്ലിനിക്കിൻ്റെ പേര്. ഡോക്ടറുടെ പേര് ഡോക്ടർ പ്രണയാണ്, ഡെർമറ്റോളജിസ്റ്റാണ്. ഇന്നലെ ന്യൂസിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇത് കാരണം ക്വാളിഫൈഡ് ഡോക്ടറാണ്, നമുക്കൊരിക്കലും ഡോക്ടറെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ക്വാളിഫൈഡ് ഡോക്ടറുടെ ക്ലിനിക്കിലാണ് ഇത് സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഇന്നത്തെ ഹോട്ട് സബ്ജക്റ്റ്. പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയിൽ ഒരു കോംപ്ലിക്കേഷൻ വരാൻ പാടില്ല. കാരണം ഇതൊരു സ്കിന്നിൻ്റെ മുകളിൽ മാത്രം ചെയ്യുന്ന വളരെ സോഫ്റ്റായിട്ട് ചെയ്യുന്ന സൂപ്പർഫിഷ്യൽ സർജറിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി. സ്കിന്ന് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ, വേറെ ഒരു ഓർഗനെ ടച്ച് ചെയ്യുന്നില്ല. ഈവൻ ഒരു ബ്രെയിൻ്റെ സർജറി ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ സഡൻ ഡെത്ത് ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഹേർട്ട് സർജറി ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഡെത്ത് ആവാം. പക്ഷേ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയിൽ അങ്ങനെയല്ല. അങ്ങനെ വരാനുള്ള ഒരു ചാൻസും വളരെ കൃത്യമായി ചെയ്ത അങ്ങനെ കോംപ്ലിക്കേഷൻ വരാനുള്ള ഒരു ചാൻസും ഇവിടെ ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അതിൻ്റെ റീസണാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിനൊരു പോയിൻ്റായിട്ട് പറയാം. ഓക്കെ, നമ്പർ 1 പോയിൻ്റ് എന്നുള്ളത്, ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് ലോങ് ടേം പ്രൊസീജിയറാണ്. അതായത് ഇത് സമയമെടുക്കും. 6 മണിക്കൂർ, 8 മണിക്കൂർ, 10 മണിക്കൂർ നമ്മൾ കിടന്ന് കൊടുക്കണം. നമ്മൾ അത്ര സമയം നമ്മൾ ഈ പ്രൊസീജിയറിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കണം. നമ്മൾ പ്രൊസീജിയർ നടക്കുന്ന സമയമാണ്. കാരണം 8 മണിക്കൂറൊക്കെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബ്രേക്ക് കിട്ടും. 3-4 പ്രാവശ്യം നമ്മൾ പുറത്ത് വരാം, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്ത് വരാം. കാരണം വെച്ചാൽ ഭക്ഷണം കഴിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോകാനോ നമ്മൾ മാത്രമല്ല നമ്മളെ സർജറി ചെയ്യുന്ന ഡോക്ടറും ടെക്നീഷ്യൻസ് എല്ലാവരും ഒന്ന് പുറത്ത് വരും. ഇതൊക്കെ ഓക്കെയാണ്. തിരിച്ച് OTയിലോട്ട് കയറുമ്പോൾ പല ക്ലിനിക്കിലും അവർ ക്യാഷ് കൊടുക്കാനോ അല്ലെങ്കിൽ പിശുക്ക് കാണിക്കുക, അവർ ഗ്ലൗസ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യില്ല, എന്തൊക്കെയോ ചെയ്യുക, പ്രോപ്പറായിട്ടില്ല ഒരു കെയറിങ് കൊടുക്കില്ല. അതുകൊണ്ട് ഇൻഫെക്ഷൻ നമുക്ക് പകരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഒരു കോംപ്ലിക്കേഷൻ എന്നുള്ളത് അനസ്തീഷ്യയാണ്. ഇതൊരു മേജർ ഒരു സബ്ജക്റ്റ് കൂടിയാണ്. കാരണം അനസ്തീഷ്യ കേരളത്തിലെ പല ഡോക്ടർമാർക്കും 90% ഡോക്ടർക്കും അനസ്തീഷ്യൻ്റെ ആക്ച്വൽ ഡോസ് അറിയില്ല. ലോക്കൽ അനസ്തീഷ്യ എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം ഒന്നും അറിയില്ല. അവരിങ്ങനെ വന്ന് അനസ്തീഷ്യ കൊടുക്കുക, ഓവർഡോസ് കൊടുക്കാം, പല പ്രോബ്ലം ഉണ്ടാവുക. അതേപോലെ തന്നെ ചില ക്ലിനിക്കുകളിൽ 3 ദിവസം 4 ദിവസമൊക്കെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി പെർഫോം ചെയ്യുന്നത്. ഇവിടെ പഞ്ചാബിൽ ഒരു ക്ലിനിക്കിൽ 5 ദിവസമാണ് കണ്ടിന്യൂസ് ട്രാൻസ്പ്ലാന്റേഷനാണ്. തിങ്കളാഴ്ച പോയി കഴിഞ്ഞാൽ
ഫ്രൈഡേ ആണ് പേഷ്യൻ്റ് ഓട്ടിൽ നിന്ന് പുറത്ത് വരുന്നത്. പേഷ്യൻ്റ് ഓട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഇങ്ങനെ അവർ സംസാരിക്കുമ്പോൾ നാവ് കൊഴിയുന്നുണ്ട്, ഡ്രഗ്സ് അടിച്ച പോലെയാണ്. അവർ ജീവിച്ചതിൻ്റെ ഭാഗ്യം എന്ന് പറയാം. ഇതേപോലെയാണ് ചില ക്ലിനിക്കുകൾ, കോയമ്പത്തൂർ പല ക്ലിനിക്കുകളും 2 ദിവസം 3 ദിവസമൊക്കെയാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. ഈ 2 ദിവസം നമ്മൾ പ്രൊസീജിയർ ചെയ്യുമ്പോൾ 2 ദിവസം ലോക്കൽ അനസ്തേഷ്യ സ്കിന്നിൽ കൊടുക്കുകയാണ്, 2 ദിവസം റിസ്ക് എടുക്കുകയാണ്. അപ്പം ഇത് പ്രോപ്പർ ഡോസേജ് അറിയില്ല, ഡോക്ടേഴ്സിന് അനസ്തേഷ്യൻ്റെ ഡോസേജ് അറിയില്ല, ഒന്നും അറിയില്ല, ഇങ്ങനെ സർജറി ചെയ്യും. ഇത് വലിയൊരു മേജർ ഒരു കോംപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ഒരു മാതൃഭൂമിൻ്റെ ഇന്നലെ കാണിച്ച വീഡിയോ സംഭവിച്ചത് അതാണ്, സ്റ്റെറിലൈസേഷൻ പ്രോബ്ലമാണ്. അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നതാണ്. ഈ ഇൻഫെക്ഷൻ വരാനുള്ള കാരണം ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും പ്രോപ്പർ സ്റ്റെറിലൈസ്ഡ് അല്ല. അതായത് ഈ കാശ് കുറക്കാനുള്ള ഒരു ഇതുകൊണ്ട് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ ഇൻസ്ട്രുമെൻറ്റ്സ് വെരി ലോക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കുക, അതേപോലെ സ്റ്റെറിലൈസ് ചെയ്യില്ല, സാധനം സ്റ്റെറിലൈസ് ചെയ്യില്ല, അതേപോലെ സ്റ്റെറിലൈസ് ചെയ്യാതെ റീയൂസ് ചെയ്യാം. പല രീതിയിലും പ്രോബ്ലം വരാം. ഇങ്ങനെ വരുമ്പോൾ ഈ ഇൻഫെക്ഷൻ നമുക്ക് പകർന്നു കഴിഞ്ഞാൽ മേജർ ഇഷ്യൂ ആണ്. കാരണം ഒരു ഹേർട്ട് സർജറി, ഒരു ബ്രെയിൻ സർജറി ചെയ്യുന്ന പോലെയല്ല, അത് എസെൻഷ്യൽ സർജറിയിൽ പെടുന്നതാണ്. കാരണം വെച്ചാൽ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ജീവിതം മരിച്ചു പോവാം. പക്ഷേ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് എസെൻഷ്യൽ സർജറി അല്ല, ഇത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള സർജറിയാണ്. ഇത് നമ്മൾ നോക്കിക്കണ്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാരോ നാട്ടുകാരോ പറയുന്നത് എനിക്കിതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് പറയുള്ളൂ. അതുകൊണ്ട് ഒരു ക്ലിനിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, പ്രോപ്പർ സ്റ്റെറിലൈസ് ആയിരിക്കണം. ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് 50,000 രൂപയ്ക്ക് എന്തോന്ന് പറഞ്ഞു, 3,500 ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി 50,000. അപ്പോൾ നമുക്കതിന് അറിയാൻ പറ്റും എത്രത്തോളം ക്ലിനിക്ക് ആ ഒരു രീതിയിൽ ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ ലോക്കൽ ആൾക്കാരായിരിക്കുക, ഒരു സാധാരണ ലെവലിൽ OT ആയിരിക്കുക, ഒരു നല്ലൊരു ഓപ്പറേഷൻ തിയേറ്ററോ ഒന്നും ഉണ്ടാവില്ല. ഒരു ഓപ്പറേഷൻ തിയേറ്ററോ അതിൻ്റെ പ്രോട്ടോക്കോളോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതെയാണ് ഈ ക്ലിനിക്ക് പ്രവർത്തിച്ചെന്ന് 100% ഉറപ്പാണ്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുപാട് ക്ലിനിക്ക് നമ്മളുടെ ഇടയിലുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്നുള്ളത് ഡോക്ടറുടെ എക്സ്പീരിയൻസ്. ഇപ്പോൾ അനസ്തീഷ്യ കൊടുക്കാൻ ഡോക്ടർക്ക് അറിയാം, എക്സാമ്പിൾ എല്ലാ കാര്യങ്ങളും സ്റ്റെറിലൈസ്ഡ് ആണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് ABCD അറിയില്ല, ഇത് പണി അറിയില്ല എന്നുള്ളത് എന്ത് സംഭവിക്കും? ഏത് ഡോക്ടർ ആയിക്കോട്ടെ, ഞാൻ ഒരു ഡോക്ടർ ഡിഗ്രി ഒന്നും പറയുന്നില്ല, MDS ആയിക്കോട്ടെ, അല്ലെങ്കിൽ MBBS ആയിക്കോട്ടെ, ഡെർമറ്റോളജിസ്റ്റ് ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് സർജൻ ആയിക്കോട്ടെ, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അറിയുന്നില്ല, പ്രാക്ടിക്കൽ നോളേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം വരാം. ഇദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ഡോക്ടറിന് എക്സ്പീരിയൻസ് ഇല്ല, 100% ഉറപ്പാണ്. ക്ലിനിക്ക് രജിസ്റ്റർഡ് ആണ്, എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യണം, 100% ചെക്ക് ചെയ്യണം. കാരണം വെച്ചാൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും കൃത്യമായിട്ട് ചെയ്താൽ. ഇതേ മാതൃഭൂമി ന്യൂസിൽ സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ദിവീഷ് മണി, അദ്ദേഹത്തിൻ്റെ ബിഫോർ ഫോട്ടോ ഞാൻ കാണിക്കാം, നിങ്ങൾ നോക്കി. അദ്ദേഹം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ്. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 1 വർഷം കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കിക്കോളും, നല്ല റിസൾട്ടാണ്. കാരണം വെച്ചാൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, എനിക്ക് പേഴ്സണലി അറിയാം, ഒരുപാട് ആൾക്കാർ സർജറി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സർജറിയുടെ പ്രോബ്ലം അല്ല, സർജറി ചെയ്യുന്നത് എവിടെയാണ്, ഏത് ക്ലിനിക്കാണ്, ആര് സർജറി ചെയ്യുന്നു എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും ലോ കോസ്റ്റ് മാത്രം നോക്കി ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത്. കാരണം നമുക്ക് പല അസുഖങ്ങളും വരാം, ഇൻഫെക്ഷൻ നമുക്ക് ഇങ്ങോട്ട് പകരാം. പല ക്ലിനിക്കുകളും പ്രോപ്പർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ വീണ്ടും ഒരു വീഡിയോ കാണാനിടയായി, ഈ മാതൃഭൂമിൻ്റെ റിപ്പോർട്ടർ ഈ ക്ലിനിക്കിനെ വിളിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ് പേഷ്യൻ്റ് ഷുഗർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം പ്രോപ്പർ ഫോളോ ചെയ്തില്ല. ഞാൻ ചോദിക്കുകയാണ്, ഷുഗറുള്ള പേഷ്യൻ്റ് നിങ്ങൾ എന്തിനാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്? ഷുഗറിന് ഒരു പ്രോട്ടോക്കോളിൽ ഇത്ര ഷുഗർ ഉണ്ടായാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനായിട്ട് മുമ്പ് ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്തിട്ട് പ്രോപ്പറായ മാത്രമേ ട്രാൻസ്പ്ലാന്റ് ചെയ്യുള്ളൂ. എനിക്ക് പല വ്യക്തികളെ, പല പേഷ്യൻസിനെ അറിയാം, അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വന്നിട്ട് അവർ ആങ്സൈറ്റി കൊണ്ട് പലതുകൊണ്ട് അവർ BP റൈസ് ആയിട്ട് സർജറി ചെയ്യാൻ പറ്റാത്ത 3 പ്രാവശ്യം 4 പ്രാവശ്യം ക്യാൻസൽ ചെയ്ത ആൾക്കാരറിയാം. OT ബെഡിൽ കിടന്നിട്ട് സർജറി ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോയ ആൾക്കാരറിയാം. പല ക്ലിനിക്കുകൾ ഇത് സർജറി ചെയ്തിട്ട് വിടും. പക്ഷേ അത് പണത്തോട് കൊതിയുള്ള ക്ലിനിക്കുകളാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്തിക്സ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇപ്പോഴത്തെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കിൽ പല ക്ലിനിക്കുകളും ഓണേഴ്സ് ബിസിനസ്മാനാണ്. അവർക്ക് ഇതൊരു ബിസിനസ്സാണ്. അവിടെ ആരും സർജറി ചെയ്യുന്ന റിസൾട്ട് കിട്ടുന്ന ഒന്നുമില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ഇതേ ക്ലിനിക്ക് ഒരു 6 മാസം കഴിഞ്ഞിട്ട് വേറൊരു പേരിൽ ഓപ്പൺ ആവും. എനിക്കറിയുന്നത് പ്രകാരം ഈ ഡോക്ടർ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ക്ലിനിക്കിൻ്റെ പേര് പറയണം, ഇപ്പോൾ അവർ വേറെ ക്ലിനിക്ക് വർക്ക് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ വേറെ ക്ലിനിക്കിൽ അവർ വേറെ ക്ലിനിക്ക് തുടങ്ങും, വേറെ പേരിടും. ഇത് സംഭവിച്ചിരിക്കും. ഇതാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചൊരു സ്ട്രോങ് ആയിട്ട് ഇതിന് ആക്ഷൻ എടുക്കണം. കാരണം ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് ഒരു കാരണവശാലും ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സർജറി അല്ല, വളരെ സേഫാണ്. പക്ഷേ ത്രെറ്റനിങ് ആക്കുന്ന ഇങ്ങനത്തെ വ്യക്തികളാണ്. ഇവരെ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അവർക്ക് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടണം എന്നാണ്. കാരണം ഇദ്ദേഹം കൊച്ചിയിൽ നടന്ന വ്യക്തിയാണെങ്കിലും കാൺപൂർ നടന്ന വ്യക്തിയാണെങ്കിലും നമ്മളുടെ ഇടയിൽ ഒരു വ്യക്തിയാണ്. നമുക്ക് തീർച്ചയായിട്ടും വളരെയധികം വിഷമമുണ്ട് ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ. എക്സാമ്പിൾ ഇപ്പോൾ കൂണ് പോലെ ഒരുപാട് സെൻറ്റേഴ്സാണ്. ഹെൽത്ത് അതോറിറ്റി ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം വെച്ചാൽ ഇപ്പോൾ മലപ്പുറം
എക്സാമ്പിൾ പെരിന്തമണ്ണ ഒരു ക്ലിനിക്ക്, നിലമ്പൂർ ക്ലിനിക്ക്, എല്ലാ സ്ഥലത്തും ക്ലിനിക്ക്, കോഴിക്കോട് ക്ലിനിക്ക്, തൊട്ടപ്പുറത്ത് ക്ലിനിക്ക്, കൊച്ചിയിലൊരു ക്ലിനിക്ക്. കാരണം വെച്ചാൽ ഇവരെന്ത് ചെയ്യും വെച്ചാൽ ഒരുപാട് ഏരിയയിൽ ചെറിയ ചെറിയ ക്ലിനിക്കുകൾ ഓപ്പൺ ചെയ്ത് വെക്കും, പല ഓഫേഴ്സ് കൊടുക്കും. ആരെങ്കിലും ഒരാളുടെ ഫോട്ടോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലിട്ട് എന്നെ ബൂസ്റ്റപ്പ് ചെയ്യും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഭയങ്കര സംഭവമാണ്, ചെറിയ പൈസയുള്ളൂ, 10 രൂപയുള്ളൂ, 5 രൂപയുള്ളൂ, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഗ്രാഫ്റ്റ്. ഇതൊക്കെ നാടകമാണ്. കാരണം വെച്ചാൽ എവിടെ നിന്ന് അൺലിമിറ്റഡ് ഗ്രാഫ്റ്റ് എടുക്കുക? 50,000 തന്നാൽ മതി, നിങ്ങൾ മൊത്തം കഷണ്ടി മാറ്റിത്തരാം. ഇങ്ങനെ പല രീതിയിലും തട്ടിപ്പുകൾ നടത്തും. അത് ഇവർക്ക് ബിസിനസ്സാണ്. ഇവർക്ക് നിങ്ങൾക്ക് പ്രോബ്ലം വന്നാൽ ഒരു ഇഷ്യൂ ക്ലിനിക്കിനില്ല. അവർ എന്ത് പറഞ്ഞിട്ടും ഇതിന് തടിയൂരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ കേസിനൊന്നും പോകില്ല. ഇത് ഇങ്ങനത്തെ ഒരു ന്യൂസ് വരും, ഒരാഴ്ച ഈ ന്യൂസ് ഇങ്ങനെ ഇതാവും, പിന്നെ ആ ന്യൂസ് പോകും. ഓക്കെ. അപ്പോൾ കാരണം ഇതിൻ്റെ ഒരു സീരിയസ് ആയൊരു ന്യൂസ് ഈയിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 24 ന്യൂസ് ചാനൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് TB വന്ന ഒരു പേഷ്യൻറ്റ്. ഓക്കെ, ആ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ പോവാണ്. ആ പേഷ്യൻ്റ് എനിക്ക് പേഴ്സണൽ അറിയുന്നൊരു വ്യക്തിയാണ്. കാരണം ആ പേഷ്യൻ്റ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ആ പേഷ്യൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട്. കാരണം തല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. തല മാത്രമല്ല, നമ്മളുടെ ജീവൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഹെയർ ട്രാൻസ്പ്ലാന്റ് സേഫ് പ്രൊസീജിയറാണ്. നിങ്ങൾ സേഫായ സ്ഥലത്ത് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാളുടെ കയ്യിൽ ഒരു ഓൾട്ടോ 800 ഒരു മെർസിഡീസ് ബെൻസ് കൊടുത്താലും അദ്ദേഹം കൊണ്ടുപോയി കുയിലേക്ക് കൊടുക്കും. കാരണം അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ അറിയില്ല. അത് മാത്രം റീസൺ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അറിയുന്ന നല്ല രീതിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ക്ലിനിക്കിലോട്ട് പോവുക. ഇപ്പോൾ ഞാൻ മാതൃഭൂമി ന്യൂസിൽ വന്ന ആ ക്ലിനിക്കിന് യൂട്യൂബ് ചാനൽ വെറുതെ ഞാൻ ഒന്ന് കയറി, ഞാൻ നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് കാണിക്കാം. ഇൻസൈറ്റ് ഡെർമ എന്ന് പറഞ്ഞ ക്ലിനിക്കാണ്. 100 പേരെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അവർ 2 വർഷം മുന്നെയാണ് ഒരു വീഡിയോ ഇട്ടത്. ഒരു റിസൾട്ടിൻ്റെ വീഡിയോ പോലും ഇല്ല. അപ്പോൾ ഈ ക്ലിനിക്കിൽ അദ്ദേഹം സർജറി ചെയ്തതിന് വലിയ തെറ്റാണ്. നമ്മളിപ്പോൾ അദ്ദേഹം മോശം പറയുന്നില്ല, ചെയ്ത് വളരെ തെറ്റാണ്. അന്വേഷിച്ച് ചെയ്യണമായിരുന്നു. അതൊരു മെയിൻ ഒരു റീസണാണ്. എപ്പോഴും നമ്മൾ ക്ലിനിക്ക് ആദ്യം എനിക്ക് തോന്നുന്ന ലാഭം നോക്കി ചെയ്തായിരിക്കും, ചെറിയ എമൗണ്ടേ ഉള്ളൂ എന്ന് നോക്കി ചെയ്തതായിരിക്കാം. എന്നാലും പെട്ടുപോയി. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഹെയർ ട്രാൻസ്പ്ലാന്റ് ഏറ്റവും സേഫസ്റ്റ് പ്രൊസീജിയറാണ്. സേഫായ ഡോക്ടറും നല്ല ടീമും ആണെങ്കിൽ ഒരു ടെൻഷൻ ഓടിക്കേണ്ട, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളെ ഒരു ക്വസ്റ്റനുള്ള ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. കുറേ ആൾക്കാർക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഒരു കാരണവശാലും പേടിക്കേണ്ട. നല്ലൊരു ട്രാൻസ്പ്ലാന്റ് സെൻറ്റർ ചൂസ് ചെയ്യുക, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ലാ ഡെൻസിറ്റി എന്ന് പറയുന്ന കൊച്ചിയിലെ ക്ലിനിക്കാണ്. അവർക്ക് ട്രിവാൻഡ്രത്തും അതേപോലെ തന്നെ കാലിക്കറ്റ് ബ്രാഞ്ച്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി.